പ്രധാനപ്പെട്ട വന്നപ്പോൾ കോഴിക്കോട് പ്രധാനപ്പെട്ട രണ്ട് സ്ഥാനാർത്ഥികളുടെ കിട്ടിയില്ല. അതേപോലെ തിരുവനന്തപുരത്താണെങ്കിൽ മറ്റേ കേൾക്കാനാണ്. വാസ്തവത്തിൽ നമ്മുടെ വിദേശ സ്വകാര്യ സ്ഥാപനങ്ങളിലേക്കുള്ള ഈ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാൻ വൈകിയത് തന്നെ തെറ്റായി. ഇപ്പൊ എന്താ സ്ഥിതി? പല സ്ഥലത്തും രണ്ട് സ്ഥലങ്ങളിലല്ല, പല വ്യാപകമായി ആളുകളുടെ പേരുകൾ വിട്ടുപോകുന്നുള്ള പലരും. എന്റെ നിയോജകമണ്ഡലത്തിൽ ഇന്ന് രാവിലെ എന്നെ വിളിച്ചുകൊണ്ട് 8 പേരുടെ പേര് ഞാൻ കളക്ടർക്ക് പരാതി കൊടുക്കാം. അപ്പൊ അടിയന്തരമായി ഇലക്ഷൻ കമ്മീഷൻ ഇടപെട്ട് വിട്ടുപോയ ആളുകൾ സാക്ഷ്യപത്രം കൊടുത്താൽ അവർക്ക് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള നടപടി. വ്യാപകമായ പരാതികൾ ഉയർന്നു വരികയാണ്. എന്നാൽ ഇത് വൈകിയത് തന്നെ വളരെ തെറ്റായി. ഇപ്പം പേര് ജനുവിനായി പേര് ചേർക്കേണ്ട ആളുകൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരുടെ പേര് ചേർക്കാനും അവരെ കൂടി വോട്ട് ചെയ്യാനുള്ള അവരുടെ അവകാശത്തെ അംഗീകരിക്കാനും ഇലക്ഷൻ കമ്മീഷൻ അല്ലെങ്കിൽ പലർക്ക് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ കഴിയില്ല, ചിലർക്ക് വോട്ടവകാശം നിഷേധിക്കപ്പെടുന്നു. അതൊക്കെ മൗലികമായ സ്വാതന്ത്ര്യത്തിൽ നേരിടുന്ന കണക്ക്. അതുകൊണ്ട് അടിയന്തരമായി അക്കാര്യത്തിൽ നടപടി ഉണ്ടാകണം എന്നാണ് എനിക്ക് ആവശ്യം. കോഴിക്കോട് നമ്മുടെ മേയർ സ്ഥാനാർത്ഥി ബിനുവാണ്. ബിനുവിന്റെ വോട്ടർ പട്ടിക പേരില്ല. ഇവിടെ ഒരു സ്ഥാനാർത്ഥി ഹൈക്കോടതി വരെ പോകേണ്ടിയുണ്ട്, എന്നിട്ടും അതിന് തീരുമാനമാകുന്നില്ല. അപ്പൊ ഈ നിലയിൽ മൗലികമായ നമ്മുടെ അവകാശമാണ് വോട്ട് ചെയ്യുക എന്ന്. ആ ഒരു പൗരന്റെ മൗലിക അവകാശത്തെ നടപടി ഉണ്ടാകുന്നു. ഇനി മനഃപൂർവ്വം വിട്ടുകളഞ്ഞതാണോ അതോ ക്ലറിക്കൽ മിസ്റ്റേക്കുകളാണോ എന്നോ നമുക്കറിയില്ല. ഏതായാലും ശരി, അങ്ങനെ ഒരു നടപടി ഉണ്ടാകാൻ പാടില്ല. ഇലക്ഷൻ കമ്മീഷൻ ശ്രദ്ധിക്കണം. ആരെങ്കിലും മനഃപൂർവ്വം വിട്ട് കളഞ്ഞതാണെങ്കിൽ അത് ചേർക്കാൻ സാക്ഷ്യപത്രവുമായി വന്നാൽ അനുവാദം നേരത്തെ വോട്ടർ പട്ടികയിൽ പേരില്ല എന്ന് കരുതി, അതായത് മുൻകൂട്ടി നിശ്ചയിച്ച ഇയാൾ സ്ഥാനാർത്ഥിയാവുമെന്ന് കരുതി നേരത്തെ തന്നെ ഒഴിവാക്കില്ലല്ലോ. ഇപ്പോ അത് സ്ഥാനാർത്ഥിയായി പരിഗണിക്കുമ്പോൾ ആ പാർട്ടി തന്നെ നേരത്തെ പരിശോധിക്കണ്ടേ ഇയാൾക്ക് വോട്ടർ പട്ടികയിൽ പേരുണ്ടോ, ഏതെങ്കിലും തരത്തിൽ ക്രമക്കേടുണ്ടോ, വ്യാജ അങ്ങനെ എന്തെങ്കിലും തരത്തിൽ ടെക്നിക്കൽ എററുണ്ടോ എന്ന കാര്യം പരിശോധിക്കേണ്ടത് രാഷ്ട്രീയ പാർട്ടികൾക്ക് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉത്തരവാദിത്വമുണ്ട്, വ്യക്തികൾക്ക് ഉത്തരവാദിത്വം. പക്ഷേ ഇത് അന്തിമ വോട്ടർ പട്ടിക ഇന്നലെയല്ലേ വന്നത്? നേരത്തെ വരുമെന്ന് പറഞ്ഞത് വന്നില്ല. നേരത്തെ ഡേറ്റ് പ്രഖ്യാപിച്ചിരുന്നു. ആ സമയത്ത് വോട്ടർ പട്ടിക എന്തുകൊണ്ട് പ്രസിദ്ധീകരിക്കില്ല? അപ്പൊ ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗത്തുള്ള തെറ്റാണ്. അപ്പൊ ഇലക്ഷൻ കമ്മീഷൻ തന്നെ അത് തിരുത്തണം. ആരെയെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ ചേർക്കണം. അത് സ്വാഭാവിക നീതിയാണ്. ആ നീതി ചെയ്യാൻ ഇലക്ഷൻ കമ്മീഷൻ തയ്യാറാണ്. ഈ കോഴിക്കോട് 2020 തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്രത്തിന്റെ ചട്ടവുമായി മാറിയപ്പോൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിണറായി വിജയന്റെ ചട്ടവുമായി മാറി. അല്ല, അങ്ങനെ ആരുടെയും ചട്ടവുമായി മാറാൻ പാടില്ല. അങ്ങനെ ആശങ്ക കോൺഗ്രസിന് അല്ല, ഞങ്ങൾ ഏതായാലും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെല്ലാം വോട്ടർ പട്ടികയിൽ ആളുകളുടെ പേര് മാറിയിട്ടുണ്ട്, ഇല്ലാതായിട്ടുണ്ട് പരിശോധിക്കാൻ പാർട്ടി തന്നെ നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. അത് പരിശോധിച്ച ശേഷമേ അക്കാര്യത്തിൽ ഇപ്പോഴും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ അന്തിമ വോട്ടർ പട്ടികയിലാണ്. അത് ഡൗൺലോഡ് ചെയ്തെടുക്കണം, ഓപ്പൺ ചെയ്യാൻ പോലും കഴിയാത്ത സാഹചര്യമുണ്ട്. അങ്ങനെയുള്ള പരാതിയുണ്ട്. അങ്ങനെയുള്ള ജനത്തുണ്ട് കേരളത്തിൽ. അപ്പം അങ്ങനെയുള്ള പരാതികൾ ഒഴിവാക്കണം. പലർക്കും ഇത് കിട്ടുന്ന ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ള പരാതിയുണ്ട്. അപ്പൊ ഇതൊക്കെ കുറ്റമറ്റ നിലയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കുന്നത് തന്നെയാണ്. അത് അവർക്ക് അപാകതകൾ തിരുത്തണം, ഇമ്മീഡിയറ്റ് ആയിട്ട് തിരുത്തണം. എന്നാൽ മാത്രമേ ആളുകൾക്ക് നോമിനേഷൻ കൊടുക്കണം, ആളുകളുടെ ആശങ്ക ഒഴിവാക്കണം. ഇതൊക്കെ ഇമ്മീഡിയറ്റ് ആയി ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇപ്പൊ 3 ദിവസമായി ഇതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പറ്റുന്നത്. പക്ഷെ 3 ദിവസമായിട്ട് കൃത്യമായ മറുപടി എന്തുകൊണ്ടാണ് ഈ അന്തിമ വോട്ടർ പട്ടിക ഇല്ലാത്തതെന്ന് സംബന്ധിച്ച് പറയാൻ പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാവുന്നത്. അതൊരു ഗൗരവമായ വിഷയമാണ്. ഗൗരവമായ വിഷയമാണ്. അതാണോ ഞാൻ പറഞ്ഞത്. അന്തിമ വോട്ടർ പട്ടിക പറഞ്ഞ ദിവസം പുറത്തിറക്കാൻ കഴിയാതിരുന്നത് അത് വളരെ ദൗർഭാഗ്യകരമായിരുന്നു. അതുണ്ടെങ്കിൽ ആളുകൾക്ക് നോമിനേഷൻ കൊടുക്കാൻ പറ്റും. അതുകൊണ്ടെങ്കിൽ ആളുകൾക്ക് വിശ്വാസപൂർവ്വം വോട്ടർമാരെ സമീപിക്കാൻ കഴിയും. അപ്പൊ ഇത് പരിഹരിക്കാനുള്ള നടപടി ഇലക്ഷൻ കമ്മീഷൻ ഉടനടി സ്വീകരിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. ഞാൻ ഇലക്ഷൻ കമ്മീഷനുമായിട്ട് ഇപ്പൊ തന്നെ ഫോണിൽ ഈ കാര്യം സംസാരിക്കും. ഈ ഇൻസെക്ടറിന്റെ പ്രശ്നം രാജിവെച്ചെന്ന് വാർത്തയാണ്. പ്രശ്നം ചർച്ചയിലൂടെ പരിഹരിച്ചു. ഒരു പ്രശ്നമില്ല. എന്താ ശക്തൻ നന്നായി പ്രവർത്തിക്കുകയാണ്. വാർത്തയാണ്. ഒരു രാജ്യം വെച്ചിട്ടില്ല. വാസ്തവം ഞാൻ 3 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഇലക്ഷൻ നിയന്ത്രിച്ചിട്ടുള്ള ഒരാളാണ്. ഇതുപോലെ തിരുവനന്തപുരത്ത് ഭംഗിയായ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാക്കുന്നത് ആദ്യമായിട്ട് പോയി. പലപ്പോഴും അവസാനമാണ്. ഇതെല്ലാം നേരത്തെ തന്നെ പൂർത്തിയാക്കുക. എൻ ശക്തനെ അക്കാര്യത്തിൽ ഞാൻ അഭിനന്ദിക്കുക. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ടർ തേടി ഇറങ്ങുമ്പോഴേ ഈ വയനാട് ചുരന്മല ദുരന്തത്തിൽ 100 വീടുകൾ KPCC പ്രഖ്യാപിച്ചു. അത് ഇതുവരെ നിർമ്മിച്ചു നൽകാനോ KPCC പ്രഖ്യാപിച്ചിട്ടുള്ള വീടുകളൊക്കെ അവിടെ വേണം. പിന്നെ ഒരു സംശയം വേണ്ട.
അതിനകത്ത് ഭൂമി അലോട്ട്മെന്റിന്റെതായ പ്രശ്നങ്ങളുണ്ട്, ഭൂമി കിട്ടുന്ന പ്രശ്നങ്ങളുണ്ട്. അതെല്ലാം അതുമായി ബന്ധപ്പെട്ടതാണ്. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പദം നടക്കും. ഇതുവരെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അത് വലിയ അന്വേഷണത്തിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഇനി എന്താണ് സമയം നീട്ടി നൽകിയിട്ടായപ്പോൾ തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതായത് SIR ഡിസംബർ 4 പൂർത്തിയാക്കണം. ഇത് ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ ഈ സമ്മർദ്ദം സഹിക്ക വയ്യാതെയാണ് പലർക്കും പ്രശ്നങ്ങളുണ്ടാകുന്നത്. കണ്ണൂരിലെ ആത്മഹത്യ എന്ന് പറയുന്നത് CPM പ്രവർത്തകർ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയിട്ടാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ വോയിസ് മെസ്സേജ് കൊണ്ടുവന്നു. BLO കോൺഗ്രസിന്റെ BLA എന്തിനാ കൊണ്ടുപോയത്? നീ അത് കൊണ്ടുപോകാൻ പാടില്ല, അതിലില്ലാതെ വരണം. അപ്പോൾ ആ ആത്മഹത്യയിൽ CPMന്റെ പങ്ക് അന്വേഷിക്കാൻ പറ്റും. അത് അന്വേഷിച്ചേ മതിയാകും. ഒരു BLA ഭീഷണിപ്പെടുത്തുക, നിങ്ങൾ എന്തിനാണ് കോൺഗ്രസിന്റെ BLA കൊണ്ടുപോയി? അത് കൊണ്ടുപോകാൻ പാടില്ല. അപ്പൊ എന്താണ് അതിന്റെ ഉദ്ദേശം? കള്ളവോട്ടുകൾ ചേർക്കാനല്ലേ? അപ്പോൾ ഒരു ഭാഗത്ത് വോട്ടർ പട്ടിക ശുദ്ധീകരണം നടക്കുമ്പോൾ ആ വോട്ടർ പട്ടികയുടെ ശുദ്ധീകരണത്തിൽ കള്ളവോട്ട് ചേർക്കാനാണ് CPM ശ്രമിക്കുന്നത്. അത് ഇലക്ഷൻ കമ്മീഷൻ ഇടപെട്ട് നിയന്ത്രിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. ഈ ആത്മഹത്യയുടെ കാരണക്കാരായ ആളുകളുടെ പേരിൽ നിയമ നടപടി സ്വീകരിക്കും.